മുംബൈ ഭീകരാക്രമണ കേസിൽ പ്രതി തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത് തുടർന്ന് NIA. സംഭവത്തിൽ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പങ്കിനെക്കുറിച്ചും റാണയിൽ നിന്ന് NIA ഉത്തരം തേടി. ദുബായിൽ വെച്ച് ഗൂഢാലോചന നടന്നുവെന്ന് റാണ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു എന്നാണ് സൂചന. ഇന്ത്യ തേടുന്ന കൊടും ഭീകരൻ സജിത് മിറുമായുള്ള അടുത്ത ബന്ധവും റാണ സമ്മതിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഇപ്പോൾ ചേരുന്നു. ഗൗതം, കൂടുതൽ വെളിപ്പെടുത്തലുകൾ, കുറ്റസമ്മതം ഒക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ? കൃഷ്ണരാജ്, 18 ദിവസത്തെ NIA കസ്റ്റഡിയിലാണ് ഡൽഹി പട്ടിയാല കോർട്ടിലെ പ്രത്യേക NIA ജഡ്ജി ഈ കൊടും ഭീകരനായ തഹാവൂർ റാണയെ അയച്ചത്. അതിനാൽ ഓരോ ദിവസവും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി കടക്കുകയാണ്. ഇതിപ്പോൾ 3-ാം ദിവസമാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട് ഈ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം എങ്ങനെയാണ് ഈ മുംബൈ ഭീകരാക്രമണത്തിൽ ഇയാൾക്കുള്ള പങ്ക് എന്നത് സംബന്ധിച്ച് ദേശീയ അന്വേഷണ ഏജൻസി റാണയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൽ ചില കൃത്യമായ വെളിപ്പെടുത്തലുകൾ റാണ നടത്തി എന്നത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം നേരത്തെ തന്നെ NIAയുടെ ചാർജ് ഷീറ്റിനകത്ത് ഉൾപ്പെടെ പറയുന്നൊരു കാര്യം, ഈ ദാവൂദ് ഇബ്രാഹിമിന് ഈ നടക്കാൻ പോകുന്ന ആക്രമണത്തെപ്പറ്റി കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം 1993-2 ഉൾപ്പെടെ നടന്ന മുംബൈയിലെ വലിയ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും അല്ലെങ്കിൽ അത് നടപ്പാക്കിയതും ദാവൂദ് ഇബ്രാഹിമാണ്. ഇതിനുശേഷമാണ് ഇയാൾ പിന്നീട് രാജ്യം വിട്ട് പാകിസ്ഥാനിലേക്ക് പോയത്. അതിനാൽ 2008-ൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തെ പറ്റിയും ദാവൂദിനും ഡി കമ്പനിക്കും കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ. അതിനാൽ അതേപ്പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ റാണയോട് NIA ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സജീദ് മിറുമായി താൻ നിരന്തര കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്ന് റാണ സമ്മതിച്ചിരിക്കുകയാണ്. ഈ സജീദ് മിർ എന്നതൊരു കൊടും ഭീകരനാണ്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിവിധ രാജ്യങ്ങൾ അവരുടെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കൊടും ഭീകരനെ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഏജൻസികളും തേടിക്കൊണ്ടിരിക്കുകയാണ് സജീദ് മിറിനെ. ഇയാൾ പാകിസ്ഥാൻ സ്വദേശിയാണ്. 2008-ലെ ഭീകരാക്രമണത്തിൻ്റെ പ്ലാനിങ് നടത്തിയത് ഈ സജീദ് മിറാണ്. അതായത് ലഷ്കർ-ഇ-തൊയ്ബ എന്ന ഭീകര സംഘടനയുടെ ഇന്റർനാഷണൽ വിങ്ങിൻ്റെ ചുമതലയാണ് ഈ സജീദ് മിറിനുള്ളത്. ഇയാൾ 2008-ലെ ഭീകരാക്രമണത്തിൻ്റെ പ്ലാനിങ്ങുകൾ, എവിടെയൊക്കെ സ്ഫോടനം നടത്തണം, എങ്ങനെയായിരിക്കണം ഈ ഭീകരർ മുംബൈയിലേക്ക് എത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്തത് ലഷ്കറിൻ്റെ ഈ അന്താരാഷ്ട്ര വിഭാഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന സജീദ് മിറാണ്. ഇയാൾ ഓസ്ട്രേലിയ, അതോടൊപ്പം തന്നെ കാനഡ, US തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വിവിധ ഭീകരാക്രമണ കേസുകളിൽ പ്രതി ചേർക്കപ്പെടുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ ഇയാളെപ്പറ്റി ചോദിക്കുന്ന ഘട്ടത്തിൽ ഒരു നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചത്. അതായത് സജീദ് മിർ പാകിസ്ഥാനിലില്ല എന്നും അയാളെപ്പറ്റി ധാരണയില്ല എന്നും പറഞ്ഞ പാകിസ്ഥാൻ പിന്നീട് ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങളുടെ വലിയ തോതിലുള്ള പ്രഷർ സഹിക്കവയ്യാതെയാണ് സജീദ് മിറിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് പാകിസ്ഥാനിലെ ഭീകരവിരുദ്ധ കോടതി ഇയാൾക്ക് വിവിധ കേസുകളിൽ ശിക്ഷ നൽകിക്കൊണ്ട് ജയിലിലാക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും ഇന്ത്യൻ ഏജൻസികൾ ഇപ്പോഴും ഈ സജീദ് മിറിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭീകരനുമായി തനിക്ക് നിരന്തരമായ കോണ്ടാക്ട് ഉണ്ടായിരുന്നുവെന്ന് ഈ ചോദ്യം ചെയ്യലിൽ തഹാവൂർ ഹുസൈൻ റാണ സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അത് വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ്. ഒപ്പം മുംബൈയിലെ ഡി കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ദാവൂദ് ഇബ്രാഹിമിൻ്റെ റോൾ സംബന്ധിച്ച് NIA അന്വേഷിക്കുന്നു. അതുപോലെ തന്നെ ഇയാൾ കേരളത്തിലെത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ ഓരോ ഘട്ടമായി നടക്കുന്ന ചോദ്യം ചെയ്യലിൽ ചോദിക്കുകയാണ്. കൃഷ്ണരാജ്, ശരി. മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയെ NIA ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ദാവൂദ് ഇബ്രാഹിമിൻ്റെ പങ്ക്, അതായത് മുംബൈ ഭീകരാക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പങ്കിനെക്കുറിച്ചും റാണയിൽ നിന്ന് ഉത്തരം തേടുകയാണ്. ദുബായിൽ ഗൂഢാലോചന നടന്നുവെന്ന് റാണ തന്നെ സമ്മതിച്ചു എന്നാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.